മലപ്പുറം SP വെളിപ്പെടുത്തിയ ലഹരി മാഫിയയും പോലീസും തമ്മിലുള്ള അവിഹിത ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. മലപ്പുറം മുൻ SP സുജിത് ദാസിന്റെ പേരിലുള്ള അനധികൃത നിർമ്മാണവും അതിൽ നടന്ന അഴിമതിയും അന്വേഷിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. 2019-ൽ സുജിത് ദാസ് SP ആയി വരുമ്പോൾ മലപ്പുറത്തെ കേസുകളുടെ എണ്ണം 8000-ന് മുകളിലായിരുന്നു. എന്നാൽ 2021-ൽ ആരോപണ വിധേയനായ അദ്ദേഹത്തെ മാറ്റുമ്പോൾ കേസുകളുടെ എണ്ണം 38,000-ന് മുകളിലായി. 2 വർഷം കൊണ്ട് കേസുകളുടെ എണ്ണത്തിലുണ്ടായ അസാധാരണമായ ഈ വർധനവ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതുണ്ട്. ഈ SP-യുടെ പേരിലുള്ള അനധികൃത നിർമ്മാണവും അതിൽ നടന്ന അഴിമതിയും അന്വേഷിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. ലഹരി മാഫിയകളെ പിടികൂടാൻ വേണ്ടി ഉണ്ടാക്കിയ ഡാൻസ് ഓഫ് ടീം തന്നെ മാഫിയകൾക്ക് വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ മറ്റൊരു ജില്ലയിലും കാണാത്ത വിധം എയർപോർട്ടിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സ്വർണം പിടികൂടാൻ കഴിയാതിരിക്കുകയും വഴിയിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടുകയും ചെയ്യുന്നതിലെ ദുരൂഹത നിഷ്പക്ഷ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നും നേതാക്കൾ പറഞ്ഞു. മലപ്പുറത്തെ പുതിയ SP ചൈത്ര തെരേസ ജോൺ കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഹരി മാഫിയ സംഘങ്ങളുമായി വഴിവിട്ട ബന്ധമുണ്ട്, അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ പശ്ചാത്തലത്തിലാണ് നേരത്തെ ഇത്തരം വിഷയങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടി ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പുതിയ സർക്കാരിനോട് മലപ്പുറത്തെ ജനതയ്ക്ക് വേണ്ടി അത്തരം ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ജില്ലയിലെ പോലീസ് വ്യാപകമായ പരാതികളും വ്യാപകമായ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം മാഫിയകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംഘപരിവാർ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിജിലൻസിന് വന്ന അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ നടത്താൻ ധാരാളം വെളിപ്പെടുത്തലുകൾ, തുടർന്ന് SP ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെ നടത്തിയ മരമുറിയും അവിടുത്തെ ഓഫീസ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന അഴിമതി ആരോപണങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി സ്വഭാവത്തിലുള്ള ക്രിമിനൽ കാര്യങ്ങളുമായി നമ്മുടെ പോലീസ് ബന്ധമുണ്ട് എന്നുള്ളത് ഒറ്റപ്പെട്ടതല്ലാത്ത സ്വഭാവത്തിൽ ഔദ്യോഗികമായും അനൗദ്യോഗികമായും പത്രപ്രവർത്തകരുടെ പക്ഷത്തു നിന്നും ജനപ്രതിനിധികളുടെ പക്ഷത്തു നിന്നുമൊക്കെ നിരന്തരം ഉയർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ വിഷയം ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ വരണമെന്നത് മാത്രമല്ല, കേരളത്തിലെ പുതിയ സർക്കാർ ഈ വിഷയം ഒരു സമഗ്രാന്വേഷണത്തിന് അല്ലെങ്കിൽ ഒരു പുനഃപരിശോധന ചില വിഷയങ്ങളിൽ തുടരന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ്. വെൽഫെയർ പാർട്ടി ജില്ലാ നേതാക്കളായ KV സഫീർ ഷാ, കൃഷ്ണൻ കുനിയിൽ, മുനീബ് കാരക്കുന്ന്, ആരിഫ് ചുണ്ടയിൽ, ഷാക്കിർ മോങ്ങം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.